എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഇച്ചിഗോ അവനാണെങ്കിൽ ഇപ്പൊ ആകെ കൺഫ്യൂസ്ഡ് ആണ്. എങ്ങനെയെങ്കിലും അവന്റെ ഹോലോ പവറിനെ കൺട്രോൾ ചെയ്തിട്ടില്ല എങ്കിൽ ആഞ്ചി പറഞ്ഞതുപോലെ ആ ഹോലോ പവർ അത് മുഴുവനായിട്ടും അവൻ അബ്സോർബ് ചെയ്യും. അങ്ങനെയൊന്നും നടക്കാൻ പാടില്ല. എനിക്ക് വേറെ വഴിയില്ല. സാഞ്ചി പറഞ്ഞതുപോലെ അവന്റെ ടീമിൽ ചേർന്നേ പറ്റൂന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ അവന്റെ ടീമിലേക്ക് വരികയാണ്. ആ ടീമിൽ തന്നെയുള്ള ഒരു മെയിൻ ലേഡി, അവൾക്കാണെങ്കിൽ ഇച്ചിഗോയെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. അവളുടെ ഹോളോ പവറിലേക്ക് അങ്ങനെ ചേഞ്ചായി അതിനെ കൺട്രോൾ ചെയ്ത് ഇപ്പൊ ഹീറോയായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഹീറോ ആണെങ്കിൽ അല്പസമയം അവളോട് ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ അവളുടെ പവറിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവനങ്ങനെ തകർന്ന് താഴെ വീഴും. കയ്യിൽ ഒരുപാട് പരിക്ക് പറ്റി അപ്പം വേദനിച്ച് തല താഴ്ത്തിയിരിക്കും. അതിനവള് പറയും, ഓ നോ, നീ ഇത്രയ്ക്ക് യൂസ്ലെസ് ആണോ? നിനക്ക് എന്നോട് പിടിച്ചു നിൽക്കണമെങ്കിൽ നിന്റെ ഫുൾ സ്ട്രെങ്ത്തിൽ പവർ അത് ഉപയോഗിച്ചേ പറ്റൂ. സോ നീ ബാങ്കായ് പവർ അത് ട്രെയിൻ ചെയ്തതല്ലേ, ബാങ്കായ് ഉപയോഗിച്ച് എന്നോട് ഫൈറ്റ് ചെയ്യും. പക്ഷെ ഹീറോ ആണെങ്കിൽ ബാങ്കായ് ഉപയോഗിക്കാനായിട്ട് തയ്യാറാവില്ല. അവൻ അങ്ങനെ അവളെ തന്നെ നോക്കി നിൽക്കും. ഇച്ചിഗോയ്ക്കാണെങ്കിൽ നല്ല ബോധ്യമുണ്ട്, അവന്റെ ബാങ്കായ് പവർ അത് റിലീസ് ചെയ്താൽ തീർച്ചയായിട്ടും അവന്റെ ബോഡിയിലുള്ള ആ ഹോലോ അവേക്കനായി അവനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് അവൻ കൂടുതലായിട്ടും ബാങ്കായ് പ്രയോഗിക്കാത്തത്. പക്ഷെ അവൾ വീണ്ടും വീണ്ടും അവനെ നിർബന്ധിക്കും. ഇച്ചിഗോ, കമോൺ കമോൺ, നിന്റെ ബാങ്കായ് പവർ അത് ഉപയോഗിക്കേ, അല്ലാതെ നിനക്ക് എന്നോട് ഫൈറ്റ് ചെയ്യിക്കാനാവില്ല. പക്ഷെ അപ്പോഴും ഇച്ചിഗോ അതൊന്നും ശ്രദ്ധിക്കാതെ അവളോട് ഫൈറ്റ് ചെയ്യാണ്. അവളാണെങ്കിൽ അച്ചരം പൊച്ചരം ഹീറോയെ അറ്റാക്ക് ചെയ്ത് അവന്റെ ബോഡിയിൽ ഒരുപാട് പരുക്കുകൾ പറ്റും. പക്ഷെ അപ്പോഴും ഇച്ചിഗോ ആണെങ്കിൽ ബാങ്കായ് മാത്രം റിലീസ് ചെയ്യില്ല. അത് കണ്ട് ടെൻഷനായ അവൾ ദേഷ്യപ്പെട്ട് പറയും, യു ആർ അൺബിലീവബിൾ. നിനക്ക് ട്രെയിനിങ് എടുത്ത് നിന്റെ ഹോലോ പവറിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ എന്നോട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ നിന്റെ ബാങ്കായ് പവർ അത് കൂടിയേ തീരൂ. സോ ദയവ് ചെയ്ത് നിന്റെ ബാങ്കായ് പവർ ഉപയോഗിക്കുക. ഹീറോയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഹോലോയെ കൺട്രോൾ ചെയ്യണം. അതുകൊണ്ട് മാത്രം ഹീറോ അത്രയും പരിക്കുകൾ പറ്റിയിട്ടും വീണ്ടും സർവ്വശക്തി എടുത്ത് അവളുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാണ്. പക്ഷേ ബാങ്കായ് ഉപയോഗിക്കാതെ അവളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനാവില്ല. ഡീപ്പായി പരുക്ക് പറ്റി ഹീറോ ആണെങ്കിൽ താഴെ വീഴും. ഒരു സെക്കൻഡ് അത്ഭുതത്തോടു കൂടെ അവളെ നോക്കുകയാണ്. അവളെ കൊണ്ട് എങ്ങനെ അവളുടെ ഹോളോ പവറിനെ കൺട്രോൾ ചെയ്ത് ഇത്രയും പവർഫുള്ളായി അറ്റാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നു? അതുപോലെ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്നൊരു സെക്കൻഡ് ചിന്തിക്കുന്ന അതേ സമയം അവന്റെ ഹോലോ പവർ അങ്ങനെ പുറത്തേക്ക് വന്ന് ഇച്ചിഗോയെ അവനെ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇച്ചിഗോയുടെ ആ ഹോലോ പവർ അതങ്ങനെ ചാടി വന്ന് അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടും. ഇത്രയും പവർഫുൾ ആയ ഒരു ഹോലോ പവർ അവർ മുൻപ് സെൻസ് ചെയ്തിട്ടില്ല. അത്രയും അൺലിമിറ്റഡ് ആയിട്ടാണ് പവർ പുറത്തേക്ക് പോവുക. ഹീറോയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അവന്റെ ഹോലോയെ കൺട്രോൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവനെ കൊണ്ട് അതിന് കഴിയുന്നില്ല. കാര്യം വഷളാവെന്ന് മനസ്സിലാക്കിയ ബാക്കിയുള്ള ടീംമേറ്റ്സ് അവരങ്ങനെ ചാടി വന്ന് അവനെ പിടിച്ചു വലിച്ച് മാട്ടക്ക് ലോക്ക് ചെയ്യും. അവൾക്കാണെങ്കിൽ നല്ല രീതിയിൽ പേടിയാവും. കാരണം ഇതുപോലൊരു പവറും ഹോലോയും അവൾ ഇതുവരെ കണ്ടിട്ടില്ല. അവൾക്ക് മനസ്സിലാവും ഇച്ചിഗോയുടെ പ്രശ്നം അതൊരല്പം വലുതാണ്. അവന്റെ ബോഡിയിലുള്ള ആ ഹോലോ പവറിനും ഹോലോയുടെ പവറും വളരെ കൂടുതലാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ കൊറോസാക്കി ക്ലിനിക്ക് കാണിക്കും. അവിടെ ഇച്ചിഗോയുടെ സിസ്റ്റേഴ്സ് ആണെങ്കിൽ ഇപ്പൊ വളരെയധികം ഡെസ്പറേറ്റ് ആണ്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഇച്ചിഗോയെ കാണാനില്ല. അവരുടെ പപ്പയാണെങ്കിൽ അവരെ സമാധാനിപ്പിച്ച് ഇപ്പൊ റൂമിലേക്ക് പറഞ്ഞയക്കും. അതേസമയം വീടിന്റെ ഒക്കെ മുകളിൽ നമ്മുടെ റുക്കിയ, അവള് ഇച്ചിഗോയെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമത്തിൽ നിൽക്കുകയാണ്. കാരണം കുറച്ച് ദിവസമായിട്ട് ഇച്ചിഗോയെ കാണാനില്ല. അവള് ആ ഒരു സിറ്റി മുഴുവൻ കയറി ഇറങ്ങി അരിച്ചു പെറുക്കിയിട്ടും ഹീറോയുടെ സ്പ്ലിറ്റ് പ്രഷർ അവളെ കൊണ്ട് സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഇനി ഒരു പക്ഷേ ഇച്ചിഗോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ, എന്തെങ്കിലും ആപത്ത് അതവന് വന്ന് പിണഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെ ചിന്തിച്ച് അവൾ കൂടുതൽ ടെൻസ്ഡ് ആവും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ സാഞ്ചിയുടെ ആ ഒരു ടീം കാണിക്കുകയാണ്. അവരെല്ലാവരും ഇപ്പോ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിന്റെ ടീം ക്യാപ്റ്റൻ റിഞ്ചി, അവനാണെങ്കിൽ ഒരു ലവ് ഫെയിലിയർ ആണ്. അടുത്തതായിട്ട് ഈ കാണുന്ന സ്മാർട്ട് ബോയ്, ഇവനാണെങ്കിൽ ആ ടീമിന്റെ സെക്കൻഡ് കമാൻഡർ ആണ്. അവൻ ഏറ്റവും ഇഷ്ടം ബോക്സിംഗ് ആണ്. അടുത്തതായിട്ട് ഈ മുടിയൻ, അവൻ നല്ലൊരു മ്യൂസിഷ്യനാണ്. അതുപോലെ തന്നെ ഈ ഒരു മുള്ളംപന്നി തലയൻ, അവനാണെങ്കിൽ നന്നായിട്ട് ബുക്സ് ഒക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു ബ്രില്യൻ്റ് ആയ പേഴ്സൺ ആണ്. അതിനുശേഷം ഒരു കണ്ണാടി പെണ്ണിനെ കാണിക്കും. ഇവൾക്ക് മാഗസീനൊക്കെ വായിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഏറെ ഇഷ്ടം. അതിനുശേഷം ഒരു ജയന്റ് മനുഷ്യനെയും കൂടെ മറ്റൊരാളെയും കാണിക്കും. ഇവർ രണ്ടുപേരുമാണ് ഈ ടീമിന്റെ ലോജിസ്റ്റിക്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീറോയ്ക്കാണെങ്കിൽ അവർ ട്രെയിനിങ് എടുക്കാൻ ഒരു പ്രത്യേകതരം ഒരു മിഷൻ കൊടുക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ഒരുപാട് നേരം അതിൽ ട്രെയിനിങ് എടുക്കും. പക്ഷെ അവനാണെങ്കിൽ അത്
അതൊന്നും ഇഷ്ടാവില്ല. അവൻ ദേഷ്യപ്പെട്ട് അവിടെയുള്ളവരോട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല ഈ കോക്കറിയൊക്കെ കാണിക്കാൻ. എനിക്ക് എത്രയും വേഗം ട്രെയിനിങ് എടുത്ത് എന്റെ ബോഡിയിൽ ആ ഹോലോ പവറിനെ അതിനെ കൺട്രോൾ ചെയ്യണം. അതിനാവശ്യമുള്ള സഹായം അതെനിക്ക് നിങ്ങൾ ചെയ്തതാ. അത് കേട്ട ആ പെണ്ണാണെങ്കിൽ ഇപ്പൊ അവനോട് ദേഷ്യപ്പെടും. ഉടനെ സാഞ്ചി ഹീറോയോട് സമാധാനത്തിൽ പറയും, ആദ്യം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നീ സമാധാനത്തോടെ കേട്ട് അതുപോലെ തന്നെ ചെയ്യ്. ഇവിടെ ചില റൂൾസ് ഉണ്ട്, അത് പാലിച്ചാൽ മാത്രമേ നമുക്ക് നിന്നെ സഹായിക്കാനായിട്ട് കഴിയൂ. ആ ഹോലോസിനെ കുറിച്ചും ഐസിനെ കുറിച്ചും ഓൾറെഡി ഞങ്ങൾക്കറിയാം. അടുത്തൊരു വലിയ യുദ്ധം അത് നടക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ നിനക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ നൽകി തീർച്ചയായിട്ടും നിന്നെ പവർഫുൾ ആക്കി മാറ്റിയിരിക്കും. പക്ഷെ ഇച്ചിഗോ ആണെങ്കിൽ വീണ്ടും വീണ്ടും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങും. അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ സാഞ്ചി നൈസായിട്ട് അവന്റെ തലയ്ക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കും. ഇച്ചിഗോ അങ്ങനെ ബോധം കെട്ട് താഴെ വീഴും. ബോധം കെട്ട് വീണ ഇച്ചിഗോയെ തൂക്കിയെടുത്ത് അവരൊരു ബേസ്മെന്റ് തുറന്ന് അതിലൂടെ അങ്ങനെ താഴേക്ക് വരികയാണ്. ഒരഹര ഷോപ്പിന്റെ അടിയിലുണ്ടായിരുന്ന പോലെ തന്നെ ഒരു വലിയ ഗ്രൗണ്ട്. ഇവിടേക്കായിരിക്കും അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ നമ്മുടെ ഹീറോ ഇച്ചിഗോയെ കൂട്ടിക്കൊണ്ട് വരിക. അവരാണെങ്കിൽ ഹീറോയ്ക്ക് ട്രെയിനിങ് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞു. പക്ഷെ സാഞ്ചിക്കും കൂടെയുള്ളവർക്കും ഇപ്പൊ ഹീറോയിൽ നിന്ന് ഒരു നെഗറ്റീവ് എനർജി അത് ഫീൽ ചെയ്യാണ്. അടുത്ത നിമിഷം ആ ജൈന്റ് മാൻ ചുറ്റും എല്ലാം തന്നെ സീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഒരു കാരണവശാലും ഹീറോയുടെ ഹോലോ പവർ അവരെ അറ്റാക്ക് ചെയ്യാനോ ഹീറോയെ കൺട്രോൾ ചെയ്യാനോ പാടില്ല. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ഒരു ബാഡ് ഫീലിംഗ് മാത്രം അവരെ കൊണ്ട് കൺട്രോൾ ചെയ്യാനാവില്ല. അവരാണെങ്കിൽ ഹീറോയ്ക്ക് ചുറ്റും ഒരു പ്രത്യേക തരത്തിലുള്ള ബാരിയറും ചെയിനും ഒക്കെ ക്രിയേറ്റ് ചെയ്യാണ്. കട്ട് ചെയ്ത ഇപ്പൊ ഹീറോ അവന്റെ ഇന്നർ വേൾഡിലേക്ക് വരും. അവന്റെ തൊട്ടടുത്തായി ആ ഹോലോ ഇച്ചിഗോയും അവനോടൊപ്പം തന്നെ ഉണ്ട്. ഹോലോ ഇച്ചിഗോയെ കാണേണ്ട താമസം റിയൽ ഇച്ചിഗോ ആ ഹോലോ ഇച്ചിഗോയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് റിയൽ വേൾഡില് ഇപ്പൊ ഇച്ചിഗോയുടെ പവർ അതങ്ങനെ നന്നായിട്ട് പുറത്തേക്ക് വരികയാണ്. അവർ ഓൾറെഡി ബാരിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ബാരിയറിനുള്ളിൽ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. മാത്രമല്ല ഹീറോയെ ഇപ്പൊ ആ ഹോലോ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങും. ഹീറോയുടെ ഹോലോ പവർ ആണെങ്കിൽ അത് ഒരുപാട് സ്പീഡിലും ഫോഴ്സിലും വരുന്നു എന്ന് മനസ്സിലാക്കി ചുറ്റുമുള്ളവര് അവർ പേടിച്ചു നിൽക്കും. ആ ലിസ പെണ്ണാണെങ്കിൽ ഇപ്പൊ ബാരിയറിന്റെ അകത്തേക്ക് പോവാണ്. എങ്ങനെയെങ്കിലും ഹീറോയുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവന്റെ ഹോളോയെ അതിനെ കൺട്രോൾ ചെയ്യണം. ഇന്നർ വേൾഡിൽ ഹീറോ ആണെങ്കിൽ നിർത്താതെ ആ ഹോളോയുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ലിസ പെണ്ണാണെങ്കിൽ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് ആ ഹോളോയെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതേസമയം ഇന്നർ വേൾഡിൽ ഹോളോ ഇച്ചിഗോ അവൻ പതിയെ പതിയെ ഇച്ചിഗോയെ മനസ്സിലാക്കുകയാണ്. നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്റെ സഹായം ചോദിക്കാം, ഞാൻ നിന്നെ സഹായിക്കാനായിട്ട് തയ്യാറാണ്. എന്റെ പവറുകളും എന്നും നിന്നോടൊപ്പം തന്നെ ഉണ്ടാവും. സത്യത്തിൽ നിന്റെ ഉള്ളിൽ ഒരുപാട് പവറുണ്ട്. നിന്റെ പേടി അത് മാത്രമാണ് നിന്നിങ്ങനെ യൂസ്ലെസ് ആക്കി മാറ്റിയത്. സോ ദയവ് ചെയ്ത് നീ നിന്റെ പവറിനെ മനസ്സിലാക്കി അത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തെടുക്കാൻ ട്രെയിൻ ചെയ്യണം. ഹീറോ അത് കേട്ട് അല്പം ഒന്ന് ഡൗൺ ആവുന്ന അടുത്ത നിമിഷം ആ ഒരു മോൺസ്റ്റർ ഇച്ചിഗോ അവനാണെങ്കിൽ ബാങ്കായി പവർ എടുക്കുകയാണ്. അതുകൊണ്ട് ഹീറോ അവനും ഷോക്കായി ബാങ്കായി പവർ എടുത്ത് അവർ രണ്ടുപേരും നേർക്കുനേർ അറ്റാക്ക് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.